ഓണപ്പുലരി മഴ എന്നൊന്നുണ്ട്. അതായത് മഹാബലിയുടെ കണ്ണുനീർ എന്നാണ് ഇതിനെ പറയുന്നത്. കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ പഴയ കാലത്ത് പറഞ്ഞിരുന്നൊരു വിശ്വാസം എന്നൊക്കെ പറയാം ഇതിനെ. ഓണപ്പുലരി അതായത് തിരുവോണം ദിവസം രാവിലെയോടെ ചെറിയൊരു മഴ പെയ്യുന്നത് മഹാബലി ഭൂമിയിലേക്ക് വന്ന് ജനങ്ങളെ കണ്ടപ്പോൾ കണ്ണുനീരണിഞ്ഞ് പോകുന്നതാണെന്നായിരുന്നു വിശ്വാസം. ആ മഴയെ കണ്ണുനീർ മഴയെന്ന് വിളിച്ചു. ചില മുതിർന്നവർ ഇന്നും പറയും ഓണം ദിവസം പുലർച്ചെ ഒരു പൊടിമഴ പോയില്ലെങ്കിൽ മഹാബലി വന്നിട്ടില്ലെന്ന്. രണ്ടാമത്തെ ഐതിഹ്യം ഓണപ്പൂക്കളമാണ്. അതിന് ദേവലോക സന്ദേശം എന്നാണ് പറയുന്നത്. ഇത് തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ പ്രചരിച്ച പഴയൊരു കഥയാണ്. മഹാബലി ഭൂമിയിലേക്ക് വരുമ്പോൾ ദേവലോകത്തിലെ ചില ദേവതകൾക്ക് മനുഷ്യർക്ക് മുന്നിൽ നേരിട്ട് വരാൻ കഴിയില്ല. അതിനാൽ അവർ പൂക്കളത്തിലൂടെ സന്ദേശം അയക്കുമെന്ന് കരുതിയിരുന്നു. ഓണപ്പൂക്കളത്തിലെ ഓരോ പൂവും ഓരോ ആശീർവാദത്തിന്റെ അടയാളമാണ്. ചില മുതിർന്നവർ പറയാറുണ്ട് പൂക്കളത്തിലെ നിറങ്ങൾ തെറ്റിച്ചാൽ ദേവലോക സന്ദേശം തെറ്റായി പോകുമെന്ന്. അതുകൊണ്ട് പഴയകാലത്ത് പൂക്കളത്തിന് നിറക്രമം ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒന്നാണ്. മൂന്നാമത്തേത് തിരുവോണ സദ്യയാണ്. പിതൃകർമ്മത്തിന്റെ രൂപമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വടകര, കണ്ണൂർ പ്രദേശങ്ങളിൽ പറയുന്നൊരു രഹസ്യമായ ഐതിഹ്യമുണ്ട്. അതായത് ഓണക്കാലത്ത് വീടുകളിൽ ഒരുക്കുന്ന വിഭവസമൃദ്ധമായ വലിയ സദ്യ മാത്രമല്ല ആഘോഷം, അതിന് ഒരു പിതൃകർമ്മ സ്വഭാവം ഉണ്ടായിരുന്നു എന്നതാണിത്. മഹാബലി വരുമ്പോൾ പിതൃപുരുഷന്മാരും അതായത് മരണപ്പെട്ട ബന്ധുക്കളും കൂടെ വരുമെന്ന വിശ്വാസമാണത്. അതുകൊണ്ടാണ് പഴയകാലത്ത് ഓണസദ്യക്ക് കൂടുതൽ കറികൾ ഉണ്ടാക്കി പാത്രങ്ങൾ നേരിട്ട് വീട്ടുവാതിക്കൽ വെക്കുന്നത്. ഇത് ഇന്നത്തെ പോലെ ആഘോഷത്തിന്റെ ഭാഗമായി മാത്രം കാണപ്പെടുന്ന ഒന്നല്ല. പക്ഷെ ചില വീടുകളിൽ നിന്നും പൂരം കഴിഞ്ഞാൽ ആദ്യം പിതാക്കന്മാർക്ക് എന്ന് വിളിക്കുന്ന ഒരു രീതി തുടർന്നു വരുന്നു.